ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല? ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. കുറച്ച് ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. സോ എനിക്ക് പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടുകൾ ആൻഡ് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. സോ അഗെയിൻ ഒരു സൺഡേ വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഒരു സൺഡേ വരാനായി. ഇത് ആക്ച്വലി കഴിഞ്ഞ സൺഡേത്തെ വ്ളോഗാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ടൈമും മാനസികാവസ്ഥയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ ലേറ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീച്ചു, പല്ലൊക്കെ തേച്ച് ഫ്രഷായിട്ട് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചെറിയ ഒരു 5 മിനിറ്റ് കൂടിപ്പോയി 5-5.5 മിനിറ്റുള്ള ലെങ്ത്തുള്ളൊരു വീഡിയോ ആണ്. സോ ഞാനിത് പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നാളെയും മറ്റന്നാളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ 5 മിനിറ്റുള്ള ഒരു വീഡിയോ സൺഡേ വ്ളോഗാക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. സോ എന്താ പറയുക, നമ്മൾ രാവിലത്തെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യാണ്. എൻ്റെ സ്ഥിരം ക്ലീഷേ വീഡിയോയിൽ നിന്ന് ഞാനൊന്ന് ഏകദേശം ഒന്ന് ക്രിയേറ്റീവായിട്ട് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം സക്സസ്ഫുള്ളായി എന്ന് എനിക്കറിയില്ല. സോ എനിക്ക് പരിമിതമായിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. സോ അത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. സോ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അതും ചെയ്യാനുള്ളൊരു ടൈം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഒരിക്കലും എന്താ പറയുക, ആരെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ദിവസം വീഡിയോ എടുത്തിടുന്ന പോലെ അങ്ങനെ ചെയ്യുന്നതിന് എനിക്ക് താല്പര്യമില്ല. സോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മൂഡും അതുപോലെ തന്നെ എന്താ പറയുക, എനിക്ക് സന്തോഷമായിട്ട് വേണം ഞാൻ ചെയ്യുന്ന വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട്. എനിക്ക് ആരെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ എനിക്കൊട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് എന്താ പറയുക, ഞാൻ പോസ്റ്റ് ചെയ്യാനും ഒരു ലാഗ് വന്നിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതിനും മാത്രം ഇങ്ങനെ പല്ല് തേക്കുന്നതെന്ന്. ഞാൻ ചില ദിവസങ്ങളിൽ കുറച്ച് സമയം പല്ല് തേക്കാറുണ്ട്. അതും ഈ പറയുന്ന കണക്ക് എൻ്റെ മൂഡ് പോലെയാണ്. ചില സമയങ്ങളിൽ ഇത് 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റ് വരെയൊക്കെ ആവാറുണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 മിനിറ്റിന് മേലെയായിട്ട് ഞാൻ പല്ല് തേച്ച് കാണുമെന്ന്. നമ്മുടെ വാഷ് ബേസ് അവിടെ സെൻട്രലായിട്ടാണുള്ളത്. അവിടെ അത്ര വെള്ളം വരില്ല അതിൽ. സോ അതുകൊണ്ട് ഞാൻ ചില സമയത്തൊക്കെ ബാത്റൂമിൽ നിന്നാണ് പല്ല് തേക്കാറുള്ളത്. സോ എന്താ പറയുക, ഇവിടുത്തെ വെള്ളം കുറച്ച് ഹാർഡ് വാട്ടറാണ് കേട്ടോ. അപ്പം മുംബൈയിൽ അല്ലെങ്കിൽ നവി മുംബൈയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്കറിയാം വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട്. എല്ലാ സമയത്തും നമുക്ക് കേരളത്തിൽ കിട്ടുന്ന പോലെ വെള്ളം ഇവിടെ കിട്ടില്ല, ഇവിടെ അവൈലബിൾ അല്ല. സോ വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല പണിയാണ്. വലിയ ഡ്രമ്മിൻ്റെ അകത്തൊക്കെ ആൾക്കാർ വെള്ളം കൊണ്ടുവന്ന് കീപ്പ് ചെയ്യുകയാണ് ചെയ്യാം. അതിപ്പോൾ പൈസക്കാരാണെങ്കിലും ശരി, പൈസക്കാർക്ക് ആണെങ്കിൽ ഒരുപാട് പൈസയ്ക്കുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഡ്രമ്മിൽ വെക്കേണ്ട ആവശ്യമില്ല, വെള്ളം പുറത്തുനിന്ന് മേടിക്കാം. സോ അല്ലാത്ത ആൾക്കാർക്ക് ഡ്രമ്മിൽ പിടിച്ച് വെക്കുകയാണ് ചെയ്യുക. ഓക്കെ, നമ്മൾ പല്ലൊക്കെ തേച്ച് വന്നു കഴിഞ്ഞു. ഞാനൊന്ന് എക്സസൈസ് ചെയ്യാമെന്ന് കരുതി. എക്സസൈസൊന്നുമില്ല, എക്സസൈസൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഡെയിലി വിചാരിക്കും, പക്ഷെ നടക്കില്ല. അറ്റ്ലീസ്റ്റ് സ്ട്രെച്ചിങ് എങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കുകയാണ്. സോ എനിക്ക് പറ്റുന്ന ചില ദിവസങ്ങളിലൊക്കെ ആയിട്ട് സ്ട്രെച്ചിങ് ചെയ്യാറുണ്ട്. ഞാൻ പണ്ട് 3 മാസം, ഒരു വർഷം മുന്നേ ഒക്കെ 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോയിരുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പം ജോലിയുടെ തിരക്കുകൾ കൊണ്ടും ടൈമും കാര്യങ്ങളൊക്കെ ആകെ മാറി. എനിക്ക് എന്താ പറയുക, 5:30-ക്കൊക്കെ എണീച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ട് എന്തോ എൻ്റെ ബോഡി ഇപ്പോൾ അതിന് സമ്മതിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഞാൻ വൈകിട്ടായിരുന്നു ജിമ്മിലൊക്കെ പോകുന്നത്. പ്രോബ്ലി എനിക്ക് ഇവിടെയും ജിമ്മിൽ പോകണമെന്ന് ഞാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ജിമ്മിൽ പോയാലേ എനിക്ക് ആ ഒരു ഊർജ്ജം കിട്ടുള്ളൂ എക്സസൈസ് ചെയ്യാനൊക്കെയുള്ള. വീട്ടിലിരുന്ന് കഴിഞ്ഞ് ഞാൻ ചെയ്യില്ല. അല്ലെങ്കിൽ പിന്നെ പണിക്കൊന്നും പോകാണ്ട് വീട്ടിലിരിക്കുന്ന ടൈമാണെങ്കിൽ ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യും. പണിക്ക് പോകുന്ന ദിവസങ്ങളിൽ എനിക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. സോ അത് വിട്, അതല്ലല്ലോ നമ്മൾ പറയാൻ വന്നത്. നിങ്ങൾ കഴിയുന്നതും എല്ലാവരും രാവിലെ എണീച്ചിട്ട് എക്സസൈസ് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പം നമ്മുടെ ബോഡിയിലെ വേദനകളും മസിൽ പെയിനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കുറഞ്ഞു കിട്ടും. സൺഡേ ദിവസങ്ങളിൽ നമ്മൾ യൂഷ്വലി പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ നമുക്ക് ഈ സൺഡേ അല്ല, കഴിഞ്ഞ സൺഡേ നമുക്ക് ബിരിയാണി കഴിക്കണം തോന്നിയപ്പോൾ നമ്മൾ ചലോ ലെറ്റ്സ് ഈറ്റ് കേരള ബിരിയാണി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് നവി മുംബൈയിൽ. ഉൽവേ തന്നെയായിരുന്നു, സെക്ടർ 21. സോ നമ്മൾ അവിടെ പോയിട്ട് ബിരിയാണി വാങ്ങിയിട്ടുണ്ടായി. നമ്മുടെ കേരള കോഴിക്കോട് ബിരിയാണി കഴിക്കാനായിട്ട് എനിക്ക് ആഗ്രഹം വന്നപ്പോൾ ഇവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ബിരിയാണി വാങ്ങിച്ചു. എനിക്ക് തോന്നുന്നു 180 റുപ്പീസ് ആണെന്നാണ് ഹാഫ് ബിരിയാണിക്ക്. സോ ഞാൻ ഹാഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ റീലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൂൻ്റെ അടുത്ത് പറയുമായിരുന്നു. സോ ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ എന്താ പറയുക, ഫുൾ ലെങ്ത് ഉള്ള, അതായത് ഇതിൻ്റെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എൻ്റെ കഴുത്തിൻ്റെ ആ ഒരു സൈഡ് മാത്രമേ കാണുന്നുള്ളൂ. അത് ആക്ച്വലി ഞാൻ ഇതിൽ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. അത് റീലിൻ്റെ സെക്ഷനിൽ ഞാൻ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്തേക്കാം. ആൻഡ് ഈവനിങ് ആയപ്പോൾ ഞാനൊരു കേക്കും കൂടി കഴിച്ച് എൻ്റെ ഇന്നത്തെ ദിവസം ഞാൻ സമാപിക്കുകയാണ് ഗൈസ്. ടാറ്റ ബൈ, സീ യു.